ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വണ്ടിക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ബ്രേക്ക് പെഡൽ തിരികെ വരാതിരിക്കുക എന്നുള്ള കാര്യം. ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ വെച്ച് തന്നെ വെറും 15 രൂപയ്ക്ക് എങ്ങനെ ശരിയാക്കാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ ഇന്ന്. നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പെഡലിൽ വരുന്ന റിട്ടേൺ സ്പ്രിങ് ഒടിഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ അത് തെന്നി മാറിക്കിടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഈ വണ്ടിയുടെ റിട്ടേൺ സ്പ്രിങ് ഇതാണ്. ഒടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ബ്രേക്ക് പെഡൽ തിരികെ വരാത്തത്. ഈ സ്പ്രിങ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബ്രേക്ക് റോഡും ബ്രേക്ക് പെഡലും മൊത്തത്തിൽ ഉരുമാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ കാണുന്ന സ്പ്ലിറ്റ് പിൻ അല്ലെങ്കിൽ ക്വാർട്ടർ പിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പിൻ നമുക്ക് ഊരിയെടുക്കണം. ഈ സ്പ്ലിറ്റ് പിന്നിൻ്റെ താഴെ ഭാഗം ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് നിവർത്താതെ തന്നെ ഒരു നോസ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ വലിച്ചു ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു വാഷർ ഉണ്ടാകും. ബാക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ സ്പ്രിങ് ഊരിയെടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒരല്പം ബലം കൊടുത്താൽ പെഡൽ അസംബ്ലി മൊത്തത്തിൽ നമുക്ക് പുറത്തേക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇനി പൊട്ടിപ്പോയ സ്പ്രിങ് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ചുമ്മാ ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇതാണ് ബാക്ക് ബ്രേക്ക് പെഡലിൻ്റെ പുതിയ റിട്ടേൺ സ്പ്രിങ്. 15 രൂപയാണ് ഇതിന് വില വരുന്നത്. സ്പ്രിങ്ങിൻ്റെ ഈ നിവർന്നിരിക്കുന്ന ഭാഗം ചേസിസിൽ വരുന്ന ഈ കാണുന്ന ഹോളിനുള്ളിലേക്ക് നമുക്ക് കടത്തി വയ്ക്കാനുണ്ട്. അതിനുശേഷം ബ്രേക്ക് പെഡൽ ബ്രേക്ക് റോഡ് അസംബ്ലിയും നമുക്ക് തിരികെ വയ്ക്കാം. ഇനിയുള്ളത് സ്പ്രിങ്ങിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗം ബ്രേക്ക് പെഡലിലേക്ക് ഇതുപോലെ വലിച്ചിടുക എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് വാഷർ തിരികെ ഇടാം. ഇവിടെയുണ്ടായ സ്പ്ലിറ്റ് പിന്നിന് നീളം കുറഞ്ഞതുകൊണ്ട് നമുക്കത് നിവർത്തിയതിന് ശേഷം ഇതുപോലെ വളച്ചിടുന്നതാണ് കൂടുതൽ സേഫ്റ്റിക്ക് നല്ലത്. ഇതുപോലുള്ള വർക്കുകൾ നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു തീർക്കാവുന്നതാണ്. ഇതോടെ ബ്രേക്ക് പെഡലിന്റെ റിട്ടേൺ പ്രശ്നവും റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്